നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വൈകുന്നേരം നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിനടുത്ത് ഒരു കിണ്ടിയിലോ പാത്രത്തിലോ വെള്ളം വെക്കുന്നതിനെക്കുറിച്ച്. നമ്മളിൽ പലരും അതൊരു ആചാരത്തിന്റെ ഭാഗമായി അങ്ങ് ചെയ്യുന്നു എന്നേയുള്ളൂ. പക്ഷെ എന്തിനാണ് ആ വെള്ളം അവിടെ വെക്കുന്നത്? ആ വെള്ളം എന്തു ചെയ്യണം? അതെ, ചെടിച്ചുവട്ടിൽ ഒഴിക്കണോ അതോ വെറുതെ കളഞ്ഞാൽ മതിയോ? അതെ, ഈ വീഡിയോ പറയുന്നത് ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നാണ്. എന്തിനാണ് വിളക്കിനൊപ്പം ജലം വെക്കുന്നത്? ഇവിടെ പഞ്ചഭൂതങ്ങളെയാണ് സമന്വയിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളെയോ? അതെ, അതായത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ. നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അത് അഗ്നിയെ പ്രതിനിധീകരിക്കുന്നു. ഓക്കേ. വിളക്ക് വെക്കുന്നത് ഭൂമിയിലാണ്. അപ്പോ ഭൂമിയുമായി നമുക്ക് ചുറ്റും വായുവും പിന്നെ ശൂന്യമായ ആകാശവുമുണ്ട്. ശരി. അഗ്നി, ഭൂമി, വായു, ആകാശം. അപ്പൊ 4 ആയി. അഞ്ചാമത്തെ ആളാണ് ജലം. അതെ. ആ ജലത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത്. അപ്പോ ഇതൊരു വെറും ആചാരമല്ല, ഒരുതരം ആവാഹനമാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ആ പ്രാർത്ഥനാമുറി പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ പതിപ്പായി മാറുകയാണ്. കൊള്ളാം. വിളക്കിലെ അഗ്നി, ഭൂമി, വെള്ളം, വായു, ആകാശം ഇവയെല്ലാം ഒന്നിച്ച് സാക്ഷിയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേവലം വ്യക്തിപരമായ ഒന്നല്ലാതായി മാറുന്നു. അതൊരു പ്രപഞ്ചികമായ അനുഭവമായി മാറുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അവർ എടുത്തു പറയുന്നത് ജലം വെക്കാതെ വിളക്ക് തെളിയിക്കുന്നത് അപൂർണവും ദോഷകരവുമാണെന്ന്. ആ പ്രാർത്ഥനയുടെ പൂർണ്ണതയ്ക്ക് ജലം ഒരു അവിഭാജ്യ ഘടകമാണ്. അതെ. ഈയൊരു കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ തന്നെ ആ വെള്ളത്തോടുള്ള നമ്മുടെ സമീപനം മാറും. അത് വെറും വെള്ളമല്ലാതായി, അല്ലേ? തീർച്ചയായും. സാധാരണയായി നമ്മൾ വരുത്തുന്ന ചില തെറ്റുകളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഒരു നേരം ഉപയോഗിച്ച ജലം അടുത്ത നേരവും ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് രാവിലെ വിളക്ക് വെച്ച കിണ്ടിയിലെ വെള്ളം മാറ്റാതെ അത് തന്നെ വൈകുന്നേരവും ഉപയോഗിക്കുന്നത്. ഓ, അത് പലരും ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലെന്താണ് പ്രശ്നം? ഒരേ ദിവസം തന്നെയല്ലേ? വെള്ളം പഴകുന്നൊന്നുമില്ലല്ലോ. അവിടെയാണ് സങ്കല്പത്തിന്റെ പ്രസക്തി വരുന്നത്. പ്രാർത്ഥന കഴിയുന്നതോടെ ആ ജലം നിർമാല്യമായി മാറുന്നു എന്നാണ് വിശ്വാസം. നിർമാല്യം? അതായത് അത് ഈശ്വരൻ അർപ്പിച്ചു കഴിഞ്ഞു. അതിൽ പ്രാർത്ഥനയുടെ ഊർജം നിറഞ്ഞു. ആ നിർമാല്യമായ ജലം വീണ്ടും അടുത്ത പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്നത് മഹാ അപരാധമായാണ് കണക്കാക്കുന്നത്. ഓക്കേ, അപ്പോ ഓരോ തവണ വിളക്ക് തെളിയിക്കുമ്പോഴും ശുദ്ധമായ പുതിയ ജലമാണ് വെക്കേണ്ടത്. അതെ. അതുപോലെ ആ ജലം സിങ്കിലും അഴുക്കുചാലിലും ഒഴിച്ചു കളയുന്നതോ മുറ്റത്തേക്ക് വലിച്ചെറിയുന്നതോ തെറ്റാണെന്നും അവർ പറയുന്നുണ്ടല്ലോ. അതെ, അതും വലിയ തെറ്റായിട്ടാണ് വീഡിയോയിൽ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് വെറും വെള്ളമല്ല, അത് തീർത്ഥമാണ്. അതെ, പഞ്ചഭൂതങ്ങളെ സാക്ഷിയാക്കി നടത്തിയ പ്രാർത്ഥനയുടെ ഭാഗമായി വിശുദ്ധീകരിക്കപ്പെട്ട തീർത്ഥമാണ്. അതിനെ അനാദരിക്കുന്നതിന് തുല്യമാണ് അഴുക്കുചാലിലോ സിങ്കിലോ ഒഴിക്കുന്നത്. ശരി. അപ്പോ തെറ്റുകൾ നമ്മൾ കണ്ടു. ഒരു നേരം ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കരുത്, അലക്ഷ്യമായി ഒഴിച്ചു കളയരുത്. നമുക്കാ വെള്ളം കുടിക്കാമെന്നാണോ? ഞാൻ എപ്പോഴും കരുതിയിരുന്നത് അത് പവിത്രമായതുകൊണ്ട് ഒഴുക്കിക്കളയുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ലെന്നായിരുന്നു. അതെ, അത് ഈശ്വരതീർത്ഥമായി സേവിക്കാം. പ്രാർത്ഥനയുടെ ശക്തി ഉൾക്കൊണ്ട ജലമാണത്. അത് സേവിക്കുന്നത് ഏറ്റവും ഉത്തമമായ കാര്യങ്ങളിൽ ഒന്നായിട്ടാണ് പറയുന്നത്. പക്ഷെ അവിടെ വളരെ പ്രധാനപ്പെട്ടൊരു നിബന്ധനയുണ്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. അതെന്താണ്? നിങ്ങളത് കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ജലത്തിൽ തുളസിക്കതിര് മാത്രമേ ഇടാൻ പാടുള്ളൂ. തുളസി ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ടതും പരിശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നു. അതിന് ഔഷധഗുണങ്ങളുമുണ്ട്. ശരി. രണ്ടാമത്തേത്, അരളി, പാലുപോലുള്ള ചില പൂക്കൾക്ക് വിഷാംശമുണ്ട്. ആ പൂക്കൾ വെള്ളത്തിലിടുമ്പോൾ ആ വിഷാംശം വെള്ളത്തിൽ കലരാൻ സാധ്യതയുണ്ട്. അത് ദിവസവും സേവിക്കുന്നത് ആരോഗ്യപ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വളരെ വ്യക്തമായി. അപ്പോൾ ഒന്നാമത്തെ വഴി തുളസിയിലയിട്ട ജലം തീർത്ഥമായി സേവിക്കുക. തീർച്ചയായും ഇതെല്ലാവർക്കും സൗകര്യപ്രദമാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്കായി വീഡിയോയിൽ പറയുന്ന അടുത്ത മാർഗം ഒരുപക്ഷെ കൂടുതൽ പരിചിതമായിരിക്കും. തുളസിത്തറയുടെ കാര്യം. അതെ, വീട്ടിലൊരു തുളസിത്തറയുണ്ടെങ്കിൽ ആ തീർത്ഥജലം അവിടെ ഒഴിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമായൊരു കാര്യമായാണ് കണക്കാക്കുന്നത്. പക്ഷെ ഇവിടെ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സമയത്തിനോ? അതെ, ഇതാണ് പലർക്കും തെറ്റുപറ്റുന്നയൊരിടം. ചിലർക്ക് രാത്രി വിളക്ക് കെടുത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ വെള്ളം കൊണ്ടുപോയി തുളസിത്തറയിൽ ഒഴിക്കുന്ന ശീലമുണ്ട്. അതിലെന്താണ് തെറ്റ്? ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതല്ലേ? സങ്കല്പമനുസരിച്ച് സന്ധ്യ കഴിഞ്ഞു രാത്രിയിലോ ഒരു കാരണവശാലും തുളസിക്ക് വെള്ളമൊഴിക്കാൻ പാടില്ല. അത് ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. തുളസിയെ ഒരു ദേവതയായിട്ടാണ് കാണുന്നത്.
രാത്രിയിൽ ദേവതയെ ശല്യപ്പെടുത്തരുത് എന്നൊരു വിശ്വാസമുണ്ട്. ശരി. അതുകൊണ്ട് ശരിയായ രീതി രാത്രിയിലെ വിളക്ക് വച്ച ജലം പാത്രത്തിൽ അടച്ചുവെച്ച് പിറ്റേന്ന് രാവിലെ ഒഴിക്കുക. അതെ, പിറ്റേന്ന് രാവിലെ, അതായത് സൂര്യോദയത്തിന് ശേഷം പകൽ സമയത്ത് തുളസിത്തറയിൽ ഒഴിക്കുന്നതാണ്. അപ്പോ രാത്രിയിലെ വെള്ളം പിറ്റേന്ന് രാവിലെയാണ് ഒഴിക്കേണ്ടത്. ഇത് പലരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കാം. ഇനി മൂന്നാമത്തെ മാർഗം, വീട്ടിൽ തളിക്കുന്നത്. അതെ, കാരണം ഇത് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാവുന്നതും വളരെ ഫലപ്രദവുമായ ഒരു രീതിയാണ്. വിളക്ക് വെച്ച ജലത്തിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കലക്കുക. മഞ്ഞൾപ്പൊടിയോ? അതെ, അതിനുശേഷം വീടും മുറ്റവും വൃത്തിയാക്കിയ ശേഷം ആ ജലം എല്ലായിടത്തും തളിക്കുന്നത് വീട്ടിലെ ദുശ്ശക്തികളെ അകറ്റി പോസിറ്റീവ് എനർജി നിറയ്ക്കുമെന്നാണ് വിശ്വാസം. മഞ്ഞൾപ്പൊടി നിർബന്ധമാണോ? അതിന്റെ പിന്നിലെന്തെങ്കിലും കാരണമുണ്ടോ? മഞ്ഞൾ ഒരു അണുനാശിനിയാണെന്ന ശാസ്ത്രീയ വശം നമുക്കറിയാം. വിശ്വാസപരമായി മഞ്ഞൾ ഐശ്വര്യത്തിന്റെയും ശുദ്ധിയുടെയും പ്രതീകമാണ്. അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കാൻ പറയുന്നത്. ശരി. ഒരു നുള്ളു മതി. ആ ജലം വീടിന്റെ എല്ലാ മുറികളിലും മുറ്റത്തും തളിക്കാം. ബാക്കി വരുന്ന ജലം ആരും ചവിട്ടാത്ത ഒരിടത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ മറ്റോ ഒഴിച്ചു കളയാം. ഇത് നല്ലൊരു വഴിയാണ്. പ്രത്യേകിച്ച് വീട് വൃത്തിയാക്കിയ ശേഷം ഇങ്ങനെ ചെയ്യുന്നത് ഒരു പ്രത്യേക അനുഭൂതി നൽകും. ഇനി നാലാമത്തെ രീതി, എല്ലാ വീടുകളിലും തുളസിത്തറയുണ്ടാവണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റു വഴികളുണ്ടോ? തീർച്ചയായും. അതിനും വീഡിയോയിൽ പരിഹാരം പറയുന്നുണ്ട്. മഞ്ഞൾ, മുള, തെച്ചി, മുക്കുറ്റി, മന്ദാരം, കറ്റാർവാഴ തുടങ്ങിയ ദൈവിക പ്രാധാന്യമുള്ള വിശേഷപ്പെട്ട ചെടികളുടെ ചുവട്ടിൽ ഈ ജലം ഒഴിക്കാവുന്നതാണ്. ഓ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ. അതെ, ഇവയൊക്കെ മിക്ക വീടുകളിലും കാണുന്ന ചെടികളുമാണ്. ഈ ചെടികളുടെ കാര്യത്തിൽ തുളസിയുടെ പോലെ സമയപരിധിയുണ്ടോ? രാത്രി ഒഴിക്കാൻ പാടില്ല എന്ന നിയമം ഇവിടെയും ബാധകമാണോ? ഇല്ല, അതാണ് ഇവിടുത്തെ പ്രധാന വ്യത്യാസം. തുളസിയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ചെടികൾക്ക് രാത്രിയിലും വെള്ളമൊഴിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് വീഡിയോ വ്യക്തമാക്കുന്നത്. അത് നന്നായി. ശ്രദ്ധിക്കേണ്ട ഒരേയൊരു കാര്യം, ആരും ചവിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലത്താണ് ഈ ചെടികളെന്ന് ഉറപ്പാക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഒഴിക്കുന്നത് തീർത്ഥമാണ്. ശരിയാണ്. ഇനി അഞ്ചാമത്തെ രീതി. ഇത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് പ്രസക്തമായ ഒന്നാണ്. ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്കുള്ള പരിഹാരം. അവരെന്ത് ചെയ്യും? ഫ്ളാറ്റിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ എല്ലാ ദിവസവും പുറത്തുപോയി വെള്ളം കളയുന്നത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി ടിപ്പ് തരുന്നുണ്ട്. അതെന്താണ്? അവർക്ക് ദിവസവും ഈ ജലം ഒരു കുപ്പിയിലോ ചെറിയ ജാറിലോ ശേഖരിച്ചു വെക്കാം. എന്നിട്ട് ആ ശേഖരിച്ചു വെച്ച വെള്ളം എന്തു ചെയ്യണം? കുപ്പി നിറയുമ്പോഴോ? അതെ, ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ സൗകര്യം പോലെ പുറത്തുപോകുമ്പോൾ ആരും ചവിട്ടാത്തൊരു മരത്തിന്റെയോ ചെടിയുടെയോ ചുവട്ടിൽ ഈ ശേഖരിച്ചു വെച്ച വെള്ളം മുഴുവനായി ഒഴിക്കാവുന്നതാണ്. ഓക്കെ, അതൊരു നല്ല പരിഹാരമാണ്. അതല്ലെങ്കിൽ ഫ്ളാറ്റിലുള്ളവർക്ക് ഏറ്റവും എളുപ്പമുള്ള മാർഗം നമ്മൾ ആദ്യം ചർച്ച ചെയ്തതാണ്. തുളസിയിലയിട്ട് തീർത്ഥമായി സേവിക്കുന്നത്. അതവർക്ക് ബാൽക്കണിയിൽ ഒരു തുളസി വെച്ചാൽ പോലും ചെയ്യാവുന്ന കാര്യമാണ്. കൃത്യമായി. ശുദ്ധമായ പാത്രത്തിൽ വെള്ളമെടുത്ത് ഒരു തുളസി കതിരിട്ട് വിളക്ക് വെക്കുക, പ്രാർത്ഥന കഴിഞ്ഞ് അത് തീർത്ഥമായി സേവിക്കുക. ഇതവർക്ക് ഏറ്റവും പ്രായോഗികമായ രീതിയാണ്. അപ്പോൾ നമ്മൾ ഈ 5 രീതികളും നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഒരിക്കൽ പ്രാർത്ഥനയുടെ ഭാഗമായ ഒന്നിനെയും അനാദരവോടെ കാണരുത് എന്നതാണ് അടിസ്ഥാന തത്വം. അതെ. അത് കുടിക്കുന്നതിലൂടെ ശരീരത്തിന്റെ ഭാഗമായാലും ചെടികൾക്ക് നൽകി പ്രകൃതിയിലേക്ക് തിരികെ നൽകിയാലും ആ പവിത്രത നിലനിർത്തണം. വളരെ ശരിയാണ്. ഇനി വെള്ളം എന്തു ചെയ്യുന്നു എന്നത് മാത്രമല്ല, അത് എങ്ങനെ വെക്കുന്നു എന്നതിനും പ്രാധാന്യമുണ്ടെന്ന് ചില സൂചനകൾ നൽകുന്നുണ്ട്. ജലം വെക്കുന്ന പാത്രം ഓട് അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ളതാവുന്നത് ഏറ്റവും ഉത്തമമാണെന്ന് വീഡിയോയിൽ പറയുന്നു. വെള്ളിക്കിണ്ടിയോ ഓട്ടുകിണ്ടിയോ ഉപയോഗിക്കാം. സ്റ്റീൽ പാത്രങ്ങൾ ഒഴിവാക്കുന്നതാണോ നല്ലത്? അതെ, അങ്ങനെ ഒരു സൂചനയുണ്ട്. കിണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ സ്ഥാനത്തിനും ദിശയ്ക്കും പ്രാധാന്യമുണ്ടെന്ന് പറയുന്നു. ഓ, അതെങ്ങനെയാണ്? കിണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ വാൽ, അതായത് വെള്ളം ഒഴിക്കുന്ന ഭാഗം എപ്പോഴും കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞിരിക്കണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ശരി. അതുപോലെ നമ്മൾ വിളക്കിനെ നോക്കി തൊഴുമ്പോൾ നമ്മുടെ വലതുഭാഗത്തായിരിക്കണം കിണ്ടി വെക്കേണ്ടത്. ഈ വിശദാംശങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് അടുത്ത തവണ നിങ്ങൾ വിളക്ക് വെക്കുമ്പോൾ ഒരുപക്ഷെ ആ കിണ്ടിയിലെ വെള്ളത്തിലേക്ക് ഒരു പുതിയ ബഹുമാനത്തോടെയാകും നോക്കുക. അതെ,